ഞാൻ വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. അതിന് ഞാനൊരു പരാതിയും പറഞ്ഞില്ലല്ലോ സർ. ആ, സാറിന് എപ്പോ ഏത് നിമിഷം വേണമെങ്കിലും എന്നെ വിളിക്കാം. അങ്ങനെ ഒരു അനുവാദം തന്നതിന് താങ്ക്സ്. ഒരു മിനിറ്റ് ഫ്രീ ആയ പോലും തന്നെ വിളിക്കണമെന്ന് എനിക്ക് തോന്നുന്നേ. അതെന്താ സാർ അങ്ങനെ? അതങ്ങനെ ചിലരെ നമുക്ക്, അതായത് നമ്മുടെ ജീവിതത്തിലെ. വെയിറ്റ് ഉത്തരം അറിയില്ലെങ്കിൽ സാർ ബുദ്ധിമുട്ടണമെന്നില്ല. നീ ഇവിടെ ഇതി കുത്തിക്കൊണ്ട് നിന്നോ? ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നീ മറന്നോ? നമ്മുടെ കുടുംബത്തോടെ ഇവിടെ വന്ന് കിടക്കുന്ന എന്തിനാണെന്ന് നിനക്കറിയാലോ. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്ന് അമ്മ പറയുന്നേ? എടി, സമയം കിട്ടുമ്പോഴൊക്കെ അർജുനോട് പോയി സംസാരിക്കേ. അങ്ങനെ സംസാരിച്ചും ഇടപഴകിയും അവന്റെ മനസ്സിൽ കയറി കൂടണം. അവന് നീ ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടാവണം. അല്ലാതെ ഇതീ നോക്കിയിരുന്നാലേ അവനെ വേറെ പെൺപിള്ളേര് കൊത്തിക്കൊണ്ടു പോകുമ്പോഴേ ഇരുന്ന് മോങ്ങരുത്. അവനിപ്പം മുറിയിലുണ്ട്. നീ ചെന്നേ അവനോട് സംസാരിക്കേ. ഇങ്ങനെ മരം പോലെ നിൽക്കാതെ ചെല്ലടി അങ്ങോട്ട്. മൊബൈൽ ഇങ്ങതാ ചെല്ലേ. എന്നിട്ടെന്താ, അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടി. ഹലോ, അനസൂയായിരുന്നോ? പിന്നെ ആരാണെന്ന് കരുതി? എന്താണ് ഒരു കള്ള ലക്ഷണം? ആരായിരുന്നു ഫോണില്? അത് എന്റെ ഒരു ഫ്രണ്ടായിരുന്നു. ഫ്രണ്ട് എന്ന് പറഞ്ഞാ ആണോ അതോ പെണ്ണോ? നിനക്കിപ്പോ എന്താ അറിയണ്ടേ? എനിക്കിപ്പോ ഒന്നും അറിയണ്ട, ഭാവിയിൽ അറിഞ്ഞാ മതി. വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് വന്നാ മതിയെന്ന് അച്ഛനും അമ്മയും പറഞ്ഞപ്പോ ഞാൻ അവരെ നിർബന്ധിച്ച് നേരത്തെ കൂട്ടിക്കൊണ്ടു വന്നത്. അത്രയും നേരത്തെ എനിക്ക് അർജുനേട്ടനെ കാണാലോ. എനിക്കെന്തോ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഈ വീട്, ഇവിടുത്തെ ആളുകള്, ഈ മുറി, പിന്നെ അർജുനേട്ടൻ. ഇവിടെ സ്ഥിരതാമസാക്കിയാലോ എന്ന് ഒരാലോചന ഉണ്ട് എനിക്ക്. അനസൂയെ, നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്ക് ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ. മീറ്റിംഗ് കഴിഞ്ഞ് താഴേക്ക് വരാം. വരണം, എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഷുവർ, ഞാൻ വരും. എന്നാ ഓക്കെ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല.